വസിക്കും പുണ്യനിധി പരിശുദ്ധ ചിന്തയുമടിയാ ഈ നൊഴിഞ്ഞ ക്രിയകൾക്കുമതാ ശുദ്ധ സംഗതി വരണേ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയതും അബ്രഹാമിൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും മോചനമതിനായി പാപികളെ വരുവിൻ, യാചിപ്പിൻ, മുട്ടും ഓർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ, യാചിക്കുമ്പോൾ പ്രാപിക്കും, അന്വേഷിപ്പോൾ കൈക്കൊള്ളും. Duhinum ne ulvisun elofein itraham mela വിശുദ്ധന്മാരിൻ വിരുദ്ധൻ പ്രാർത്ഥനയാൽ സ്വർഗ്ഗപിതാവിൻ ഏകസുതാ വചനമതാം വ്യാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായ പ്രതിരഹിതം വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷേകാനാഗതനായി വിമലത ശുചിയും ദിവയുള്ള മഹിമാവിയനും ദൈവജനത്തിൽ കന്യകയാം മറിയാമേനും മാനവനായും ഭൂഷിതനായ ഞങ്ങൾ കുടയോരാം മശിഹ നിജവൃതിയാലിവർത്തൻ മെതിച്ചു നിഹരിച്ചോരും അപരിഭാവനോടൊപ്പം ജീവനിലും പ്രഭുവിശ്വാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്തിടണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. ഭൂമിയിലശേഷം ദൈവത്താൽ പ്രേരിതരായി സ്ത്രീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലവൻ കേളിയോ കൈക്കൊള്ളോർ ഭാഗ്യമേതെ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാറിക്കുമോ. സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അനന്തരം അവർ നിശ്ചയിച്ച ഒരു ദിവസം പൗലോസ് പാർത്തിരുന്ന സ്ഥലത്ത് വളരെ പേർ വന്നുകൂടി. അവൻ യേശുവിനെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തെയും ദീർഘദർശനങ്ങളെയും സാക്ഷ്യപ്പെടുത്തി സമ്മതം വരുത്തിക്കൊണ്ട് പ്രഭാതം മുതൽ സന്ധ്യ വരെ ദൈവരാജ്യത്തെ കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവരിൽ ചിലർ അവന്റെ വാക്കുകളെ അനുസരിക്കുകയും മറ്റു ചിലർ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. അവർ തമ്മിൽ യോജിക്കാതെ അവന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ പൗലോസ് അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കേട്ടാലും ഗ്രഹിക്കാതെയും കണ്ടാലും തിരിച്ചറിയാതെയും ഇരിക്കും. എന്തെന്നാൽ കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും എന്നിലേക്ക് മനസ്സ് തിരിയാതെയും ഇരിക്കത്തക്കവണ്ണം ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചും ശ്രവണം ഭാരമായും കണ്ണുകൾ അടഞ്ഞും ഇരിക്കുന്നു എന്ന് യേശയ്യാ ദീർഘദർശിയോട് അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക്
എതിരായി അവൻ മൂലം സംസാരിച്ചിട്ടുള്ളത് ശരി തന്നെ. ആകയാൽ ദൈവത്തിന്റെ രക്ഷാവഴി പുറജാതികൾക്കായി അയക്കപ്പെട്ടു. അവർ അതിനനുസരിക്കുമെന്നുള്ളത് നിങ്ങൾ അറിയുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ തമ്മിൽ ശക്തിയായി വാദിച്ചുകൊണ്ട് പിരിഞ്ഞുപോയി. പൗലോസ് സ്വന്തമായ ഒരു ഗൃഹം വാടകയ്ക്ക് വാങ്ങി 2 സംവത്സരം അവിടെ താമസിച്ചു. അവന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നവരെല്ലാവരെയും അവൻ അവനവിടെ സ്വീകരിക്കുകയും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും കർത്താവായ യേശുമിശിഹായെ കുറിച്ച് തടസ്സം കൂടാതെ പരസ്യമായി ഉപദേശിക്കുകയും ചെയ്തു വന്നു. ആമേൻ. ഹബീബായി ബാരിക്കുമോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോർ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണത്തിലുള്ള നീതിയെക്കുറിച്ച് അതാചരിക്കുന്നവൻ അതുമൂലം ജീവിക്കുമെന്ന് മോശ എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ വിശ്വാസനീതി പ്രകാരം പറയുന്നു, സ്വർഗരാജ്യത്തിലേക്ക് കയറി ചെന്ന് മെശിഹായെ ഇറക്കിക്കൊണ്ടുവന്നത് ആരാണെന്നും മരിച്ചവരുടെ ലോകത്തിലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മെശിഹായെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചുകൊണ്ടുവന്നവൻ ആരാണെന്നും നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. പിന്നെ എന്തു പറഞ്ഞിരിക്കുന്നു? വചനം നിന്റെ വായോടും ഹൃദയത്തോടും അടുത്തിരിക്കുന്നു എന്നത്രേ. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസം ഇത് തന്നെ. നമ്മുടെ കർത്താവായ യേശുവിനെ വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഹൃദയം നീതീകരിക്കപ്പെടുകയും സമ്മതിച്ചു പറയുന്ന വായ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനെ വിശ്വസിക്കുന്ന ഏതൊരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലെ യഹൂദന്മാരാകട്ടെ പ്രജാതികളാകട്ടെ അവൻ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുടെയും കർത്താവ് ഒരുവൻ തന്നെ. അവനെ വിളിക്കുന്ന എല്ലാവർക്കും അവൻ ധനികനാണ്. കർത്താവിന്റെ നാമത്തെ വിളിക്കുന്ന ഏവനും ജീവിക്കും. അവൻ വിശ്വസിക്കാത്തവൻ അവർ എങ്ങനെ വിളിക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ അവരെങ്ങനെ പ്രസംഗിക്കും? സമാധാനം അറിയിക്കുന്നവരുടെയും നന്മകൾ അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നല്ലയോ. എങ്കിലും സുവിശേഷ ഘോഷണത്തെ എല്ലാവരും സ്വീകരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ വാക്കിനെ ആരും വിശ്വസിച്ചു എന്ന് യേശയ്യ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും ഉണ്ടാകുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, അവർ കേട്ടിട്ടില്ലാതിരിക്കുമോ? ഇതാ ഭൂമിയിലെല്ലാം അവരുടെ ശബ്ദവും ഭൂമിയുടെ അതിർത്തികളിൽ അവരുടെ വചനങ്ങളും പരന്നിരിക്കുന്നു. ഇനിയും ഞാൻ ചോദിക്കുന്നു, ഇസ്രായേൽ അറിഞ്ഞിട്ടില്ലായിരിക്കുമോ? അഗണ്യം ജനത്തെ കൊണ്ട് ഞാൻ നിങ്ങളെ ശുഷ്കാന്തിപ്പെടുത്തും, അനുസരണമില്ലാത്ത ജനത്തെ കൊണ്ട് കോപിപ്പിക്കും എന്നിങ്ങനെ ആദ്യമായി മോശ പറഞ്ഞിരിക്കുന്നു. പിന്നീട് എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ വെളിപ്പെട്ടു എന്നും എന്നെ ആവശ്യപ്പെടാത്തവർ എന്നെ കൊണ്ടെന്നും യേശയ്യ ധൈര്യമായി പറഞ്ഞിരിക്കുന്നു. വാദിച്ചു നിൽക്കുന്നതും അനുസരിക്കാത്തതുമായ ജനത്തിനടുക്കലേക്ക് ദിവസം മുഴുവൻ ഞാൻ എന്റെ കൈകളെ നീട്ടിയെന്നും ഇസ്രായേലിനോട് അവൻ പറഞ്ഞിരിക്കുന്നു. ആമീൻ. ആഹായ് ബാറക്കുമോ.
അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion Gadisu the Moranisum Sioroso Samionisum in Mantai Srigo Macrasono the Macresayo Furcono Levelmo വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sibnohokin Namno Sid Moran Valohon Poruko Dilan Yesum Sion Melsadai Daloho Desmas Min Sulto Kadisto Mariam Holendin Hokanu അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആ സമയം ശിഷ്യന്മാർ യേശുതമ്പുരാന്റെ അടുക്കൽ ചെന്ന് സ്വർഗരാജ്യത്തിൽ വലിയവനാരായിരിക്കും എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ ഒരു പൈതലിനെ വിളിച്ചവരുടെ ഇടയിൽ നിർത്തിക്കൊണ്ട്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് പൈതങ്ങളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ പൈതലിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. എന്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെയുള്ളവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ വിരുദ്ധനാക്കിയെങ്കിൽ അവന്റെ കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് തൂക്കി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ താഴ്ത്തുന്നതായിരിക്കും അവന് നല്ലത്. വിരുദ്ധതകൾ ഹേതുവായിട്ട് ലോകത്തിന് കഷ്ടം, ഇടർച്ചകൾ വരേണ്ടത് ആവശ്യം. പക്ഷെ ആര് മൂലം വിരുദ്ധതകൾ ഉണ്ടാകുന്നുവോ ആ മനുഷ്യന് കഷ്ടം. നിന്റെ കൈയോ നിന്റെ കാലോ നിന്നെ വിരുദ്ധനാക്കുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് അത് മുറിച്ചു കളയുക. നീ രണ്ട് കൈകളോ രണ്ട് കാലുകളോ ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ മുടന്തനായോ ഒറ്റക്കണ്ണനായോ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിന്നെ വിരുദ്ധനാക്കുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് അത് ചൂഴ്ന്നു കളയുക. നീ രണ്ട് കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു നിനക്ക് നല്ലത്. സൂക്ഷിച്ചുകൊള്ളുവിൻ, ഈ ചെറിയവരിൽ ഒരുത്തിനെയും നിങ്ങൾ നിന്ദിക്കരുത്. എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖമെല്ലായ്പ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ നശിച്ചു പോയിരുന്ന രക്ഷിപ്പാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരുത്തിന് 100 ആടുകൾ ഉണ്ടായിരിക്കും. അവയിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടതിന് ശേഷം അവൻ പോയി ആ തെറ്റിപ്പോയതിനെ അന്വേഷിക്കുന്നില്ലയോ? അതിനെ കണ്ടുകിട്ടിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇപ്രകാരം തന്നെ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുക എന്നത് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ മുൻപാകെ ഇഷ്ടപ്പെടുന്നതല്ല. സേനോസ്ലോമോ ലകുൽകൂ
Salikulan Raumi wono nomen muryon be muryum raw monorahi melinuadar Tisboto dode sudro kulos romro modo bodlo botel Amino isbugul suban wabukuledun Nistuve dinase കടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാരെ രക്ഷയ്ക്കായി വാഞ്ചിയോടെ ഇരിക്കുന്നവനും വിളിപ്പേൻ ഞാൻ ഉത്തരം നൽകാം മുട്ടുവേൻ ഞാൻ തുറന്നു തരാം എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്നു നിങ്ങളുടെ പാപങ്ങളും മോക്ഷത്തങ്ങളും ക്ഷമിക്കുകയും ചെയ്യാമെന്ന് ചെയ്തു കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുഗ്ലോനിയവും മുസ്ദഹായ ലവൽമീ പുണ്യം നൽകുന്ന വിലവേടത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പടകാരകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായി നിന്റെ സകലജനത്തിന്റെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞു തെളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും തമ്പുരാനേ അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനമുണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
ओ सो अब कुलेस्बोन लवल में ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസ്സിലേക്ക് ആനയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്നതിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകരുണിക്ക് തക്കവണ്ണം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കരുണ്യവാനായ തമ്പുരാനേ, ഞങ്ങളിൽ തൃക്കൺ പാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രാമിന്റെ ഫലവഴിപാടുകളും മോശയുടെയും മഹ്റോന്റെയും ആചാര്യത്വ ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാനയാഗങ്ങൾ നീ കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷയെയും നീ വീക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളെ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ ധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ ഈ ബലി നിനക്കർപ്പിക്കുവാനും പ്രതിപകര ദിവസത്തിൽ നിന്റെ മിശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും വിജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. കരുണ്യവാനായ ദൈവമേ, നീ മുഖാന്തരവും നിന്റെ പിതാവിനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓ സോ അബ് കുലേസ്ബോൻ ലവൽ മീ. ആമേൻ. കർത്താവോടത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Nagabel usoyo daw bewel subkono daw tohem patrehun wal melolom ulmi. Amen. No abdom hilo ato yuenim ni mar kadis abo Al-Nabisoso dabo dahin madrabo malkunon mudani el dedito dilo ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന
ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹാമൂലം ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലേറിയതാ അനുഭവിച്ചിടും അനുഷ്ഠിക്കും നീ കുർബാന. കരുണയുടെ സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവം തമ്പുരാനെ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വിതയ്ക്കണമേ. ആയുഷ്കാലം മുഴുവനും നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോവബ് കുലേസ്മോൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ച് വണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ജീവൻ നൽകുന്നതിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോഅബ് കുലേസ്ബാൻ ലവൽമീ. കർത്താവേ, നീ ഞങ്ങളുടെ നേരെ തിരിഞ്ഞെളിയവരും നിന്റെ ദാസരുമാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്നതായി സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോഅബ് കുലേസ്ബാൻ ലവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും മയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ വടകാരനകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നത സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോടുകൂടെ സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി പറയുന്നു. തന്റെ സ്തുതികളാൽ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുമനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത്, പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ടും അവരോട് പ്രകാരം മരളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേദൽ വോലം ഒൽമീ. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ഇതുമായി കലർത്തി ഉണ്ടാക്കിയ കാസായും തന്റെ കൈകളിലെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ടും അവരോട് പ്രകാരം അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽഹായേദൽ വോലം ഒൽമീ. ഞാൻ വരുന്നതുവരെ നിങ്ങൾ പ്രകാരം അനുഷ്ഠിക്കുവിൻ എന്ന് തന്റെ ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് അവരോട് പ്രകാരം നിർദ്ദേശിച്ചു. ദോമോ ദോസേനു കർത്താവേ, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിന്റെ മനുഷ്യാവതാര സ്മരണയെ നിർവഹിക്കുന്നു. സംഭ്രമജനകമായ നിന്റെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നീ നിന്റെ സിംഹാസനത്തിന്മേലിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കരുത്. പിന്നെയോ കരുണാപൂർവം ഞങ്ങളിൽ കടാക്ഷിക്കണമേ. നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും
സർവശക്തിയുള്ള പിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ബീദയ്ക്കാമുക്ലാബോ ഖാതുമറോ സർവാധിപനാം കർത്താവേ, കൃപ ചെയ്യണമേ. സ്തോത്രം അങ്ങേക്ക്, പുകഴ്ചയും അങ്ങേക്ക്, വന്ദനം അങ്ങേക്ക്. പ്രാർത്ഥിക്കും ഞങ്ങൾ നാഥാ കർത്താവേ. ആശീസ്വരൂപമേ കേണമേ. വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധരൂഹ സ്വർഗമാകുന്നവയിലുള്ള വിവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പൊരിഞ്ഞ് ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. എൻ്റെ കർത്താവേ, എന്നോടുത്തരമരുളി ദയതോന്നി എൻ്റെ മേൽ കരുണ ചെയ്യണമേ. വല്ലമോനോ നെഗാമോ ഫാഗറോദം സിഹോ അലോഹോ lam sogo dabko sohono nisahale ladumodam siho aloho dila. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് ഇത് സകല മാലിന്യങ്ങളിൽ നിന്നും ആത്മശരീരങ്ങൾക്ക് വെടിപ്പ് വരുത്തുന്നതും പാപപരിഹാരത്തിനും നിത്യജീവനും പര്യാപ്തവുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോഅബ് കുലസ്ബാൻ ലവൽമീ. എന്നും ആയുഷ്കാലത്തും നമ്മുടെ ദൃശ്യന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകൾ വേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേസായ മോറന്മാർ അപ്രയം ദിദിയന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബന്മാർ യുലിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരെ പ്രാപ്തന്മാരായ ഭരണകർത്താക്കളാക്കി തീർത്ത് നിന്റെ സമാധാനവും സഹായവും കൊണ്ട് അവരെ അലങ്കരിക്കുമാറാകണമേ. തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മധ്യസ്ഥന്മാരുമായി ഭവിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോഅബ് കുലസ്ബാൻ ലവൽമീ.
ബാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യ അഭിവൃദ്ധിയും ഉണ്ടാകുവാനുമായിട്ടും അവർ സുഹൃത്തമുള്ളവരായി തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സഹായം ചെയ്യുന്നവരെ നീ ഓർത്തുകൊള്ളണമേ. പിശാചുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും അവരെ നീ രക്ഷിച്ചു കൊള്ളണമേ. നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. നീ സകലത്തിൻ്റെയും രക്ഷിതാവാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോവബ് കുലേസ്ബാൻ ലവൽമേ. ബാരിക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോവബ് കുലേസ്ബാൻ ലവൽമേ. ബാർക്കുമോർ ഭൂമിയിലെ സകല അംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനൻ തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യൂഹാനോൻ മംദോനിയെയും ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവിൽ പിതാവായ മോർ തോമാസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളെ സഹായിച്ച് അവരുടെ ഓഹരിക്കും അവകാശത്തിനും ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോവബ് കുലേസ്ബാൻ ലവൽമേ. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ ഭാരതി ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി തറവാഴ്ച വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തീനോപോലീസിലും എഫ്യൂസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിവാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും
പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയോസ്കോറോസും ദീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും ഈവാനിയോസും ദൈവമായ വചനം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരമായ പ്രസിദ്ധനായ മോർ കൂറിയിലോസും സുറിയാനികാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായുള്ള പാത്രിയർക്കീസ്മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോറിയാക്കോ വൃദ്ധാനായും മോറപ്രേമും മോറിസുഹാക്കും മോർ ബാലായും ദുഃഖിതന്മാർ തലവനുമായ മോർ വർസോമോയും മോർ ശിവോർദസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറയിലെ ആസ്ത്രിയൻ പാത്രിയർക്കീസും മോർ ബസേലിയോ സൽദോഫ്രിയാനയും മലങ്കരയിലെ മാർ ഗ്രീഗോറിയോസും മാർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ വാവായും ശ്ലീവ മൊറസ്താത്യോസ് വാവായും പൗലോസ് മാറത്താനാസ്യോസ് വലിതിരിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ മിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഭൂതലം മുഴുവനിലും നിന്റെ സുവിശേഷത്തെ സൂക്ഷ്മതയോടുകൂടി പ്രചരിപ്പിക്കുകയും സത്യവിശ്വാസത്തിൽ വിശുദ്ധ സഭയെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ ഓർക്കണമേ. നിർമ്മലമായ അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങൾക്കെല്ലാവർക്കും സഹായം നൽകണമേ. നിന്നിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോഅബം കുലേസ്ബാൻ ലവൽമീ ഓരോ രൂപങ്ങളുടെയും സ്ഥലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി എത്ര പ്രാപിച്ചു ശ്രമിച്ച നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപങ്ങളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം പ്രിയലായിസോൻ എന്ന് ടഹസിച്ച് പറയണോ. കർത്താവേ, സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളവരെ അബ്രഹാമിമടികളിൽ നീ വസിപ്പിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും സകല പ്രമാണ ലംഘനങ്ങളെയും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായല്ലാതെ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഇത് മേത്തുലോസിയോഫലാൻ വലഹോൻ. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഓരോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, തിരുമുൻപാകിയുള്ള ലജ്ജയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും നീ രക്ഷിക്കണമേ.
നിന്റെ ദാസന്മാരുടെയും ദാസികളുടെയും രഹസ്യവും പരസ്യവുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. തന്മൂലം വാഴ്ത്തപ്പെട്ടതായി നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളാൽ ഞങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് വേണ്ടി സ്തുതിക്കപ്പെട്ട് പോഴ്ത്തപ്പെടുമാറാകണമേ. ഓശോഅബ് കുലേസ്ബാൻ ലവൽമേ. ആമേൻ. നിന്റെ തിരുനാമം എഴുതുന്ന പ്രകാരം തന്നെയിരിക്കുകയും തലമുറ തലമുറയായി സകല തലമുറകളിലെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനീതിയുടെ സകല മാലിന്യങ്ങളിൽ നിന്നും പാപാശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ കുർബാന അംഗീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകശ്വാസത്തിൽ യോജിപ്പോടെ നിന്നെ വിളിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ.
നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, പരീക്ഷണങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. എന്തെന്നാൽ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നിന്റെ മഹാകരുണയ്ക്കനുസരണമായി സകല കോപശിക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്തെന്നാൽ ആധിപത്യവും രാജ്യവും നിനക്കുള്ളതാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. അവരെ കരുണയ്ക്കും പാപമോചനത്തിനും അർഹരാക്കി തീർക്കണമേ. നീ മഹാകാരുണ്യവാനും സർവശക്തനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോവം കുലേസ്ബോൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. യഹോവേ, പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദന്ത്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന ദൃഢത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അമ്മേൻ മാർഗമോർ ഭയത്തോടും പ്രിയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. എന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സുതരായി വരുവാൻ
നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും ബറോവൽ റൂഹോ കാദീസോ ഭക്തർ പുകഴ്ച ഭാജനമേ മന്നമകൾ സ്ലോമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീസോ അഖില ജഗൽപതി നായകനായി ഘോഷിച്ചു അതിബഹുമാനിച്ചു രുതേ പരിശുദ്ധേ ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുകയാണ്. വിനയത്തോടെ നിന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതഭാരങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിച്ച് രോഗശാന്തിയും പ്രയാസങ്ങൾ ദുഃഖങ്ങളിൽ നിന്നുമുള്ളതായ ആശ്വാസവും നേടുവാനായി വിനയത്തോടെ നമുക്കായിരിക്കും. കരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ച് പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. നിങ്ങളുടെ രക്ഷകന് വീണ്ടെടുപ്പുകാരനും നീ ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യമറിയാമിനും തിരുസന്നിധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോയും ദൈവത്തോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്നാനിക്ഷേ വിതച്ചേപ്പും ഇളത്തോരഹരോൻ തൻവടിയും
ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി സ്ലേമോൻ തന്നൂറുമാലുമിവ നിൻ സാമ്യം ദൈവജനനി അസ്പഷ്ടം നിബിയന്മാരും സസ്പഷ്ടം സ്നേഹന്മാരും നിൻ സുതരഹസ്യം കാണിച്ചു സതതം സ്തുത്യനാകുകയാൽ നിന്നോട് സൂനു മശീഹായി ഞങ്ങൾ എന്നും വണങ്ങുന്നു. ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സർവവിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച് വെടിപ്പുള്ളവളും സകലത്തിലെ മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളുകയും നിന്റെ അടുക്കൽ അട്ടഹസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരുടെയും സർവ്വദുഃഖങ്ങളിൽ നിന്നും അവരെ വീണ്ടുകൊള്ളപ്പെടുകയും ചെയ്യണമേ. വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാതനകൾ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവർ ലജ്ജിപ്പിക്കാത്തവളുമായി ഞങ്ങളുടെ നാഥിയായ കന്യകേ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഓടുവഴികൾ നേരെയാവുകയും ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായിക്കപ്പെടണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായി ഞങ്ങൾ ശക്തി പ്രാപിക്കണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കണമേ. ഞങ്ങളുടെ യുവാക്കൾ പരിപാലിപ്പിക്കപ്പെടണമേ. ഞങ്ങളുടെ പൈതങ്ങൾ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടുകയും വിദൂരസ്ഥർ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യുമാറാകണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിവാഗ്തിയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിദ്ര പ്രാപിച്ചവരായി വിശ്വാസികളായി സകല വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടത ഞങ്ങളിൽ നിന്നും അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയും അവളുടെ മക്കളും പൊതുവായി മറച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മെശിഹായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിന് ഈ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായി നിന്റെ പരിശുദ്ധത്തിന് മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയില്ലായ്പ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ തിരശ്ശീല അവരെ മറയ്ക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവരിൽ നിന്നും അകറ്റണമേ. ബലഹീനരായ ഞങ്ങളെയും അവരെയും സകല പട്ടക്കാരെയും ശമ്മാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലേണം. ദുസേനാ
ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാഥ കൃപ ചെയ്യണമലിവാൻ. നാഥ കൃപ ചെയ്യണമലിവാൻ. നാഥാ ഉത്തരമരുളണമേ. നാഥ ഉത്തരമരുളണമേ. നാഥ ഉത്തരമരുളണമേ. ശുഭഹോലോകുമോറാൻ. ശുഭഹോലോകുമോറാൻ. ശുഭഹോലോകുസാബറൻ ലഹോലം മാരേകുമോ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച നിങ്ങളെവരെയും ദൈവമായ കർത്താവിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദിമുതൽ തലമുറ തലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസിദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണം.
ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെയുള്ളതായ മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായി നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനെ ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി സുബ്ഹാനോ 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 മൊറാൻ വാലോഹോൻ ലോൽമി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിനോ കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും കബറടഞ്ഞോർകൾ ശരണം നീയേ, ഉയർക്കും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഞങ്ങളെ യോഗ്യരായിരിക്കെ ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന ദാനത്തിനു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപലജ്ജ ഞങ്ങളിൽ ചുമത്താതെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോട് പോരാടുന്ന പ്രതികൂല ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ ശോവ കുലേസ്വാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ആവശ്യത്തിന് രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിനും നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദാസന്മാരെയും ദാസികളെയും നിന്റെ വലത് കൈ നീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീബായാൽ അവരെ കാത്തുകൊള്ളണമേ. രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരുന്ന നിന്റെ അനുഗ്രഹ സമൃദ്ധിയാൽ അവരെ നിറയ്ക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും
സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ സോവബ് കുലേസ്മാൻ ലവൽമീ സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോ ഇടയന്മാരെ കാക്കുക സത്യ ആചാര്യന്മാർ സെമ്മാസന്മാർ യൗദൂയകനേ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്ക, താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക, പുരുഷന്മാരെ ശക്തിയുവാക്കൾ കേകീടണമേ വീര്യം നൽകി, സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ, ശിശുബാലകരെ പോഷണമേകി പാലിക്കണമേ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും, ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയസ്ലിബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രൂത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോകുവിൻ. നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒരു കർത്തൃദിവസം കൂടി ഈ പരിശുദ്ധമായ ആലയത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം അവസരം തന്നു. ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയോൻ ഭാഗം സഭാപിതാക്കന്മാർ നമുക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. അവിടെ ഇപ്രകാരം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരോട് ഒരു ചോദ്യമായിരുന്നു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും? അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നു, ഒരു പൈതലിനെ അടുത്ത് വിളിച്ച് അവരുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പോലും സാധിക്കുകയില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഈ പൈതലിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. വീണ്ടും കർത്താവ് എടുത്തു പറയുകയാണ്, ഈ പൈതലിനെ പോലെയുള്ളവന്, എന്തെങ്കിലും വിരുദ്ധതകൾ ഉണ്ടാക്കുന്നവന് അവന്റെ കഴുത്തിൽ കഴുതയുടെ തിരിക്കല്ല് കെട്ടി
സമുദ്രത്തിൽ താഴ്ത്തുന്നതായിരിക്കും അവന് നല്ലത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിന്റെ സമയം അടുത്തു നിൽക്കുന്ന അവസരത്തിൽ തന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ളതായ ഒരു ചിന്ത ഉടലെടുക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വേദഭാഗത്തിൽ നമ്മൾ കണ്ടു, തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന് പരസ്പരം ചിന്തിക്കുവാൻ തുടങ്ങി. എല്ലാ സുവിശേഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ തങ്ങളിൽ വലിയവൻ ആര് എന്നുള്ളൊരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. കർത്താവിനോട് അതിന്റെ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. കർത്താവ് മഹത്വം പ്രാപിച്ചു വരുമ്പോൾ അവന്റെ ഇടത്തും വലത്തും ഞങ്ങൾ ഇരുത്തണമേ എന്ന് സബദിപുത്രന്മാർ ചോദിക്കുന്നത് മുമ്പ് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഈ പൈതലിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പൈതലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ശുദ്ധമാണ്. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുവാൻ ഒരു കുഞ്ഞിന് സാധിക്കില്ല. തന്റെ മാതാപിതാക്കളോട് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഒരു പൈതലിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഉയരമുള്ളതായ ഒരു സ്ഥലത്ത് ഒരു ഡെസ്കിന്റെയോ ബെഞ്ചിന്റെയോ ഒക്കെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് തന്റെ മാതാപിതാക്കളെ കുഞ്ഞിനോട് പറയുകയാണ്, നീ ധൈര്യമായിട്ട് താഴേക്ക് ചാടിക്കോ, ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആ ചെറിയ കുഞ്ഞെടുത്ത് ചാടും. താഴെ നിൽക്കുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണെന്നുള്ള ബോധ്യമുണ്ട്. പൂർണ്ണമായ വിശ്വാസം, മാതാപിതാക്കളോടുള്ളതായ പൂർണ്ണമായ വിശ്വാസം. പ്രിയമുള്ളവരെ, പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും നൈർമല്യത്തിന്റെയും പ്രതീകമാണ് ഒരു ശിശു എന്ന് പറയുന്നത്. എത്രമാത്രം ശിക്ഷിച്ചാലും പ്രതികാര ബുദ്ധിയില്ലാതെ പെരുമാറുവാൻ ശിശുക്കൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ശിശുവിനെ പോലെയുള്ളവർക്ക് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുള്ളൂ. അവനായിരിക്കും സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ സാക്ഷിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരു പൈതലിനെ പോലെ നൈർമല്യവും വിശുദ്ധിയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഉള്ളതായ മനസ്സും ദൈവത്തിലുള്ളതായ അചഞ്ചലമായ വിശ്വാസവും മാതാപിതാക്കളും ഉള്ളോടുള്ളതായ കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോലെയായിരിക്കണം ദൈവത്തോടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം. ഇന്ന് എന്നെ നീ അനുസരിച്ചു കഴിഞ്ഞാൽ നിനക്കെല്ലാം തരാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് എത്രമാത്രം ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടാലും ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കില്ല. ചില പ്രതിസന്ധികളിലും ചില വേദന സാഹചര്യത്തിലും ദൈവത്തെ മറന്നു പോകുന്നതായ ഒരു അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. ദൈവം കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോ എന്നുള്ള വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ പതറിപ്പോകുന്നതായ അവസ്ഥ. എന്നൊരു ശിശുവിന് അങ്ങനെയല്ല. നമ്മുടെ മാതാപിതാക്കളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പോലെ തറവായി ഒരു വിശ്വാസം നമ്മളിൽ നിർമ്മിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഇന്നത്തെ വേദഭാഗം അത് അനുഗ്രഹീതമായി തീരുകയാണ്. വീണ്ടും ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, ഈ പൈതലിനെ പോലെ ജീവിത വിശുദ്ധിയുള്ളവർ, ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരു ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അങ്ങനെ വരുത്തുന്നവൻ കഴുത്തിൽ കഴുതയുടെ തിരിക്കല്ല് കെട്ടി സമുദ്രത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും അവന് നല്ലത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഒരു സംഭവം യഹൂദന്മാരുടെ ഇടയിൽ അത്ര പതിവല്ലാത്തതും എന്നാൽ പുറജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്നതുമായ ഒരു ശിക്ഷാ നടപടിയായിരുന്നു കഴുത്തില് കല്ല് കെട്ടിത്താക്കി സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴ്ത്തി ശിക്ഷിക്കുക എന്ന് പറയുന്നത്. വലിയ വലിയ തെറ്റുകളും അപരാധങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വിജാതീയരായ ആളുകൾ, യഹൂദ കാലഘട്ടത്തില് അവരുടെ അയൽക്കാരായ പുറജാതിക്കളായ ആളുകൾ, അവർക്ക് ശിക്ഷാ നടപടിയായിരുന്നു കഴുതയുടെ തിരിക്കല്ല് കഴുത്തിൽ കെട്ടിത്തൂക്കി സമുദ്രത്തിലേക്ക് താഴ്ത്തുക എന്ന് പറയുന്നത്. അപ്പൊ കർത്താവോടെ പറയുന്നത് ഇതാണ്: നന്മയിലൂടെ നടക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ച് ശിശുവിനെ പോലെ നിഷ്കളങ്കരായി ജീവിത വിശുദ്ധിയോടെ നടക്കുന്നവർക്ക് ഒരു ഇടർച്ച വരുത്തുന്നവൻ സ്വയം നശിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ തെറ്റിലേക്ക് ഒരുവൻ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, തെറ്റിലേക്ക് ഒരുവൻ പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് അവൻ സ്വയം നശിക്കുന്നതാണ്. അത്രമാത്രം വലിയ തെറ്റായിരിക്കുമെന്ന് പറയുകയാണ്. വീണ്ടും താഴേക്ക് വായിക്കും പറയുന്നുണ്ട്,
നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതെടുത്ത് ചൂഴ്ന്നു കറിയുക. നിന്റെ കയ്യോ കാലോ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. കാരണം 2 കാലുള്ളവനായി, 2 കൈയുള്ളവനായി, 2 കണ്ണുള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായോ, ഒറ്റക്കാലുള്ളവനായോ, ഒറ്റ കൈയുള്ളവനായോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. വിശുദ്ധനായ സെന്റ് ജെറോം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഇതാണ്: ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അവന്റെ കണ്ണ്, കാല്, കൈ എന്ന് പറയുമ്പോൾ അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവനെ നശിപ്പിക്കുന്നതായ അവന്റെ സ്നേഹിതരെയും സുഹൃത്തുക്കളെയുമാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് നമ്മുടെ കണ്ണാണെങ്കിൽ അത്രമാത്രം കണ്ണിനെ സൂക്ഷിക്കണം. ആ തെറ്റിലേക്ക് പോകാതെ അതിനെ തടസ്സപ്പെടുത്തണമെന്നും വേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. പല കുട്ടികളും തെറ്റിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്നത് ചില കൂട്ടുകെട്ടുകളാണ്. മദ്യം കഴിക്കില്ല എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം അവൻ മദ്യം കഴിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളെ വെട്ടിനിരത്തുവാൻ, അങ്ങനെയുള്ളവരെ ഉപേക്ഷിക്കുവാൻ, ബന്ധം അവസാനിപ്പിക്കുവാൻ ഒരാഹ്വാന വേദഭാഗം നൽകുന്നുണ്ട്. നമ്മുടെ കണ്ണ് ശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം, പവിത്രമായിരിക്കണം. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് സാധിക്കൂ. മറ്റുള്ളവർക്ക് വിരുദ്ധത ഉണ്ടാക്കുന്നുവെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. എന്നാൽ ഇടർച്ചകൾ വരുന്നത് നല്ലത്. ഇവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഇടർച്ചകളും ചില പ്രശ്നങ്ങളും ലോകത്തുണ്ടാകാം. എന്നാൽ അതിന് കാരണമാകുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പാപിയായിട്ട് ക്രിസ്തു മുദ്രകുത്തുന്നത്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്കൊരു നാശമാകുവാൻ ഇടവരരുത്. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നമ്മുടെ ജീവിതം ഇടയായി തീരരുത്. ഒരിക്കലും ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികൾക്ക് ഒരു കളി കൊടുത്തു. കളി മറ്റൊന്നുമായിരുന്നില്ല, എല്ലാവരുടെയും കാലുകളിലെ ബലൂൺ കൊടുത്തു, ബലൂൺ കെട്ടിക്കൊടുത്തു. എന്നിട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം, നിങ്ങളുടെ ബലൂൺ പൊട്ടാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തിരിക്കുന്നവന്റെ ബലൂൺ ചവിട്ടി പൊട്ടിച്ച് അവസാനം എല്ലാ ബലൂണും പൊട്ടിച്ചു കഴിഞ്ഞു. അവസാനം ഈ അധ്യാപകൻ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബലൂൺ പൊട്ടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റുള്ളവന്റെ ബലൂൺ പൊട്ടിക്കുവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊരു സംഭവം അത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അവർ ചിന്തിക്കുകയാണ്, എന്റെ ബലൂൺ പൊട്ടാതിരിക്കണമെങ്കിൽ മറ്റവന്റെ ബലൂൺ പൊട്ടിക്കണം. ഇന്ന് എന്റെ നിലനിൽപ്പിന് മറ്റുള്ളവൻ ഭീഷണിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് സ്വാർത്ഥമോഹികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എന്റെ നേട്ടത്തിന്, എന്റെ താല്പര്യത്തിന് വേണ്ടി ഇടർച്ചകൾ വരുത്തുവാൻ വേണ്ടി ഇന്ന് പല ആളുകൾ മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട്, ബലിപീഠവുമായിട്ടുള്ള ബന്ധമില്ലാതെ, വിശുദ്ധ വചനം വായിക്കുകയോ ശ്രവിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാതെ സ്വാർത്ഥതകൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവൻ നശിച്ചാലും ഇല്ലാതായാലും കുഴപ്പമില്ല, എനിക്ക് നേടണം. ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ വേദഭാഗത്തോട് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു, ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കത, മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു മനസ്സ്, മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുവാനുള്ളതായ ഒരു താല്പര്യം, ദൈവത്തിലുള്ളതായ അചഞ്ചലമായ വിശ്വാസം, അത് സ്വാംശീകരിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഇടർച്ചകൾ ഉണ്ടാക്കുവാൻ നമ്മൾ മുഖാന്തരമായി തീരാതെ, മറ്റുള്ളവർക്ക് ആശ്വാസവും സ്വാന്തനവും കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ, നമ്മുടെ ശരീരമാണെങ്കിൽ, നമ്മുടെ അവയവമാണെങ്കിലോ, നമ്മുടെ സുഹൃത്ത് ബന്ധുക്കളാണെങ്കിലോ നമ്മെ തെറ്റിലേക്ക് നശിപ്പിക്കുന്നുവെങ്കിൽ അതിനെ അവിടെ അവസാനിപ്പിക്കുവാൻ ഈ വേദഭാഗം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അനുഗാമികളായ, ക്രിസ്തുവിൻ്റെ അനുയായികളായ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ സംശീകരിക്കുവാൻ, അവന് ശിഷ്യന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതായ ആചാരാനുഷ്ഠാനങ്ങളിൽ പൂർണ്ണമായി സംതൃപ്തിയോടുകൂടി ജീവിച്ച് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ ഇന്നത്തെ വേദഭാഗം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. ഒരിക്കലും എനിക്ക് മറക്കുവാൻ പറ്റാത്ത ഒരു ഇടവകയാണ് എൻ്റെ ഇടവക എന്ന് പറയുന്നത്. എൻ്റെ വളർച്ചയുടെ എല്ലാ ആരംഭവും ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് ഞാൻ ഒരു വൈദികനായിട്ട് നിൽക്കുന്നതിൻ്റെ
ബാലപാഠങ്ങളിൽ ഞാൻ അഭ്യസിച്ചത് ഈ മദ്ബഹായിൽ നിന്നും ഈ ദേവാലയത്തിൽ നിന്നുമാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല. എവിടേക്ക് എത്തിയാലും ഈ ഇടവകൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുനീരും പ്രാർത്ഥനയും. ഓരോ നിമിഷങ്ങളിലും ഞാൻ ആദ്യമായിട്ട് കൊറൂയ പട്ടം സ്വീകരിച്ച ആ നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളിലും ഈ ഇടവക എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പുത്തൻ കുർബാന ചൊല്ലിയതും എല്ലാം ഞാൻ പട്ടമേറ്റിട്ട് 3 വർഷം ഈ ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കുകയാണ്. ജൂലൈ മാസം 15-ാം തീയതിയാണ് ഇവിടെ പുത്തൻ കുർബാന ഞാൻ നിർവഹിച്ചത്. ദൈവം എനിക്ക് അവസരം തന്നത്. അപ്പോൾ 3 വർഷം ഈ ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വളരെ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഈ ദേവാലയത്തിൻ്റെ ഒക്കെ ഓർമ്മ അത് എന്നിൽ നിലനിൽക്കുവാനായിട്ട്, ഇവിടെ ചെന്നാലും എവിടെയായിരുന്നാലും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുവാനായിട്ടാണ് ഇങ്ങനെയൊരു സമയങ്ങളെല്ലാം ക്രമീകരിച്ചത്. വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് ബിനുചേട്ടൻ വന്നത് എനിക്ക് തരികയാണ്. എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഈ ഇടവക നിൽക്കാൻ, ഇടവകയുമായിട്ടുള്ള ബന്ധം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ എപ്പോഴുമായി തീരുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നേര്യമംഗലം സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് ശുശ്രൂഷിക്കുന്നത്. പ്രമാടത്തുള്ളതായ BPS കോളേജിൽ അവിടെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇട ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് പലപ്പോഴും സാധിക്കാതിരുന്നത്. എന്നാൽ കൂദാശയുടെ ദിവസങ്ങളിലും തുടർന്നുമൊക്കെ ഇവിടെ സമയം പോലെ എത്തപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ. ഇവിടെ ചെന്നാലും വിനയത്തോടെ താഴ്മയോടെ വിളിച്ച വിളിക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറുവാൻ എൻ്റെ ഇഷ്ടം വരരുത്. ഒരിക്കലും സ്വാർത്ഥത എന്നിലേക്ക് കടന്നു വരരുത്. വിളിച്ചിരിക്കുന്നവൻ്റെ വിശ്വസ്തയോടുകൂടി ശുശ്രൂഷിക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകം ഓർക്കണമേ എന്ന് വിനയത്തോടുകൂടി അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സാക്ഷി